നമസ്കാരം. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഫോണിൽ വിളിച്ച് വ്യക്തമാക്കിയത്. അമേരിക്ക ഇസ്രയേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ നിർണായകമായ സമാധാന ചർച്ചകൾക്ക് പാകിസ്ഥാൻ വേദിയായേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന്റെ പശ്ചിമേഷ്യയിലുടനീളം സംഘർഷങ്ങൾ ലഘൂകരിക്കേണ്ടതിന്റെയും സമാധാനം കൊണ്ടുവരേണ്ടതിന്റെയും ആവശ്യകത പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ആഗോള ഊർജ്ജ സുരക്ഷയ്ക്കും ഇന്ധന വിതരണത്തിനും നിർണായകമായ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി നിലനിർത്തേണ്ടതിന്റെ അത്യാവശ്യമാണ് ഇരു നേതാക്കളും ചർച്ച ചെയ്തത്. സമാധാന ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലും ആശയവിനിമയം തുടരാൻ ഇന്ത്യയും അമേരിക്കയും തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് വേദിയാകാൻ സന്നദ്ധത പ്രകടിപ്പിച്ച പാകിസ്ഥാൻ രംഗത്തെത്തിയതും നയതന്ത്ര മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇസ്ലാമാബാദിനെ ചർച്ചയ്ക്കുള്ള വേദിയായി നിർദ്ദേശിച്ചത്. മേഖലയുടെ സുസ്ഥിരതയ്ക്കായി ഏതുതരം ചർച്ചകൾക്കും സൗകര്യമൊരുക്കാൻ പാകിസ്ഥാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഷഹബാസ് ഷെരീഫിന്റെ ഈ കുറിപ്പ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവച്ചത് പാകിസ്ഥാന്റെ മധ്യസ്ഥ നീക്കങ്ങൾക്ക് അമേരിക്ക നൽകുന്ന പ്രാധാന്യമാണ് വിലയിരുത്തപ്പെടുന്നത്. പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ ട്രംപുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ഈ നീക്കങ്ങൾ ഇന്ത്യയിൽ നയതന്ത്ര തലത്തിൽ ചർച്ചയായിട്ടുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇറാനിയൻ പ്രതിനിധികളുമായി ഇസ്ലാമാബാദിൽ വെച്ച് ഈ ആഴ്ച തന്നെ ചർച്ച നടത്തിയേക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അമേരിക്കയുമായി നേരിട്ട് ചർച്ച നടത്തുന്ന കാര്യം ഇറാൻ ഔദ്യോഗികമായി ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. പാകിസ്ഥാനിൽ ചർച്ച നടത്തുമെന്ന് അമേരിക്കയും പറഞ്ഞിട്ടില്ല. സൗഹൃദ രാജ്യങ്ങൾ വഴി അമേരിക്കയുടെ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ഇറാന്റെ നിലപാട്. പശ്ചിമേഷ്യയിലെ സംഘർഷം മൂലം ഇന്ധന വിതരണം തടസ്സപ്പെട്ടതും വിലക്കയറ്റവും പാകിസ്ഥാനെയും ഇന്ത്യയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. യുദ്ധം കാരണം ഇന്ത്യയിൽ വ്യാപാര മേഖലയിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. സംഘർഷം അവസാനിപ്പിക്കുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടത് ആഗോള വിപണിയിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇത് കൂടാതെ ഗൾഫ് മേഖലയിൽ പ്രവാസികളും വലിയ ദുരിതത്തിലാണ്. അതിനിടെ പാകിസ്ഥാൻ സമാധാന ചർച്ചകളുടെ കേന്ദ്രമായി മാറുന്നത് ഇന്ത്യയുടെ നയതന്ത്ര പരാജയമാണ് എന്ന വിമർശനവും കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. അയൽ രാജ്യം നയതന്ത്ര മേഖലയിൽ മുന്നേറ്റം നടത്തുമ്പോൾ ഇന്ത്യ കാഴ്ചക്കാരനായി മാറുന്നത് ആശങ്കാജനകമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്നാൽ മേഖലയിൽ സമാധാനത്തിനായി ഏത് രാജ്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളെയും പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും നരേന്ദ്രമോദിയും നേരത്തെ ചർച്ചകൾ നടത്തിയിരുന്നു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനൊപ്പം ഇന്ത്യൻ കപ്പലുകളുടെയും പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ നിലവിൽ മുൻഗണന നൽകുന്നത്.